ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നേറുവാൻ കരുത്തു നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിൻ്റെ ഒരു വചനമിതാ. ചെങ്കടലിൻ്റെ നടുവിൽ പാതയൊരുക്കിയ ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വന്ന അഭിഷേക വചനം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനം. മോശ കടലിനു മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയാക്കി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിനു നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലതും ഇടതും വെള്ളം മതിലുപോലെ നിന്നു. പ്രിയമുള്ളവരെ, ചെങ്കടലിൻ്റെ നടുവിൽ മോശ വഴി ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കിഴക്കൻ കാറ്റ് അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഇതാ ചെങ്കടലിനെ വിഭജിക്കുകയാണ്. ചെങ്കടലിൻ്റെ നടുവിൽ വരണ്ട ഭൂമി എന്നതുപോലെ പാതയൊരുക്കി ഇതാ കടല് ഭിത്തി പോലെ അവർക്ക് സംരക്ഷണ കവചമായി അവരെ മുന്നോട്ട് നയിക്കുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതികൂല സാഹചര്യമാണോ മുൻപോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളാണ്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് പോകും? പ്രിയമുള്ളവരെ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന പ്രതികൂല സാഹചര്യങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ചോ. ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചോ. ചെങ്കടലിൻ്റെ നടുവിൽ വഴിയൊരുക്കിയ, ഇസ്രായേലിനെ നയിച്ച ദൈവത്തിൻ്റെ ചൈതന്യമേ, പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയുടെ മേൽ, ജീവിതത്തിൻ്റെ ഈ അസ്വസ്ഥതയുടെ മേൽ, ഈ രോഗാവസ്ഥയുടെ മേൽ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ മേൽ, ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മാനസിക വിഷമങ്ങളുടെ മേൽ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ അയച്ച് ആ അസ്വസ്ഥതയെ വിഭജിക്കണമേ. പ്രത്യാശയുടെ പുതിയ പാതയൊരുക്കി ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ. രക്ഷയുടെ കാനാൻ തീരത്തേക്ക്, സ്വർഗീയ ജെറുസലേമിൻ്റെ ആത്മീയ നിറവിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ കൈപിടിച്ച് നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ശക്തമായ വചനത്തിൻ്റെ അഭിഷേകം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങൾ, കണ്ണുനീരിൻ്റെ, സങ്കടങ്ങളുടെ, വേദനകളുടെ എല്ലാ വിഷയങ്ങളെ സമർപ്പിക്കുകയാണ്. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ എൻ്റെ ഈ പ്രശ്നത്തെ വിഭജിക്കണമേ. എൻ്റെ ഈ പ്രശ്നത്തെ എടുത്തു മാറ്റണമേ. പ്രത്യാശയുടെ പുതിയ വഴിയൊരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവം ശക്തമായി ഇടപെടും, പ്രത്യാശയിലേക്ക് നയിക്കും. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.